ഹലോ ആൾ, കരിയർ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റാങ്ക് മേക്കിംഗ് ക്ലാസ്സസ് എന്ന സീരീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. PSCയുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസാണ് ഇതിലൂടെ തരുന്നത്. കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏകദേശം 5 മാർക്കാണ് ഇക്കണോമിക്സ് എന്ന ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നത്. സിലബസിൽ കൊടുത്തിട്ടുള്ളത് 5 മാർക്ക് ഉണ്ടാവുന്നതാണ്. അതിൽ പഞ്ചവത്സര പദ്ധതികൾ എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ക്ലാസ്സിലോട്ട് പോകുന്ന മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. എന്താണ് സാമ്പത്തിക ശാസ്ത്രം അഥവാ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ SCERTയിൽ അതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവയും പഠന വിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവയും പഠന വിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? PSC റിപ്പീറ്റ് ചെയ്തൊരു ചോദ്യമാണിത്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അത് എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്നത്. അഫ്നോളജി എന്നാണ് സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. അതുപോലെ ഇക്കണോമിക്സ് എന്ന വാക്ക് അത് ഏത് ഭാഷയിൽ നിന്നാണ് വന്നത്? അതും PSC ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ്. അതൊരു ഗ്രീക്ക് വേർഡാണ്. ഗൃഹഭരണ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഇക്കണോമിക്സ് എന്ന വാക്ക് വന്നിട്ടുള്ളത്. സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരേണ്ട ഒരു പേരാണ് ആഡം സ്മിത്ത് എന്നത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന് പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. ലൈസസ് ഫെയർ സിദ്ധാന്തങ്ങളുടെ ഉപജ്ഞാതാവ് ആരാണെന്നത്. ആഡം സ്മിത്ത് ആണ് ലൈസസ് ഫെയർ സിദ്ധാന്തങ്ങളുടെ ഉപജ്ഞാതാവ്. ഇനി എന്താണ് ലൈസസ് ഫെയർ തിയറി? സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആശയമാണ് ലൈസസ് ഫെയർ. അതായത് വ്യക്തികൾക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കുറയ്ക്കുക. അതാണ് ലൈസസ് ഫെയർ തിയറി പറയുന്നത്. ആഡം സ്മിത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ ഒരു ഗ്രന്ഥത്തിലൂടെയാണ് തൻ്റെ സാമ്പത്തിക ആശയങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഏതാണ് ആ ഗ്രന്ഥം? വെൽത്ത് ഓഫ് നാഷൻസ്. അതിൻ്റെ മുഴുവൻ പേര് നാച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നാഷൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. വെൽത്ത് ഓഫ് നാഷൻസ്. ആഡം സ്മിത്ത് തൻ്റെ സാമ്പത്തിക ആശയങ്ങൾ പങ്കുവെച്ച പുസ്തകമാണ് വെൽത്ത് ഓഫ് നാഷൻസ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. എന്താണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അഫ്നോളജി എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇക്കണോമിക്സ് എന്ന വാക്ക് ഗ്രീക്ക് വേർഡാണ്. ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആഡം സ്മിത്ത് എന്ന് പറഞ്ഞാൽ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ലൈസസ് ഫെയർ സിദ്ധാന്തം അതുപോലെ വെൽത്ത് ഓഫ് നാഷൻ എന്ന പുസ്തകവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്കണോമിക്സ് എന്ന ശാസ്ത്രശാഖ വേർതിരിയാൻ കാരണം ആഡം സ്മിത്ത് ആണെങ്കിലും ഇക്കണോമിക്സ് എന്ന പേര് ആ ശാസ്ത്രശാഖയ്ക്ക് കൊടുക്കുന്നത് ആൽഫ്രഡ് മാർഷലാണ്. ഇംഗ്ലീഷ് തത്വചിന്തകനായ ആൽഫ്രഡ് മാർഷലാണ് സാമ്പത്തിക ശാസ്ത്രം അഥവാ ഇക്കണോമിക്സ് എന്ന പേര് ആ ശാസ്ത്രശാഖയ്ക്ക് കൊടുക്കുന്നത്. ആൽഫ്രഡ് മാർഷലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ഒരു തിയറി ചോദിക്കാറുണ്ട്. അതേതാണ്? ചോദനാ നിയമം, ലോ ഓഫ് ഡിമാൻഡ്. ചോദന എന്ന് പറഞ്ഞാൽ ഒരു ഉപഭോക്താവ് തൻ്റെ കൈവശ വരുമാനം, വസ്തുവിൻ്റെ വില, താൽപ്പര്യം, മുൻഗണന, മറ്റു വസ്തുക്കളുടെ വില എന്നിവയൊക്കെ അടിസ്ഥാനമാക്കി വാങ്ങാൻ ആഗ്രഹിക്കുന്ന വസ്തുവിൻ്റെ അളവിനെ ആണ് ചോദന എന്ന് പറയുന്നത്. വില കൂടിയാൽ ചോദന കുറയും, വില കുറഞ്ഞാൽ ചോദന കൂടും. അതായത് ഒരു ഉപഭോക്താവ് തൻ്റെ കയ്യിലുള്ള വരുമാനം അതുപോലെ
വാങ്ങാനുള്ള വസ്തുവിൻ്റെ വിലയ്ക്ക് അടിസ്ഥാനമാക്കിയിട്ട് ഒരു വസ്തു വാങ്ങുന്നതിനുള്ള അളവിനെയാണ് ചോദനം എന്ന് പറയുന്നത്. ചോദനം വിലയും ചോദനം വിപരീത അനുപാതമാണ്. വില കൂടിയാൽ ചോദനം കുറയും, വില കുറഞ്ഞാൽ ചോദനം കൂടും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, സ്വർണത്തിൻ്റെ കാര്യം എടുക്കാം. സ്വർണത്തിന് ഇപ്പോൾ വില കൂടുതലാണ്. അപ്പോൾ സാധാരണക്കാർ എന്ത് ചെയ്യും? സ്വർണം വാങ്ങുന്നത് കുറയ്ക്കും. സ്വർണ്ണമാണ് ഇവിടെ ചോദനം എന്ന് പറയുന്നത്. അപ്പോൾ വില കുറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർ സ്വർണം വാങ്ങുന്നത് കൂട്ടും. അത്രയേ ഉള്ളൂ കാര്യം. ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ചോദന നിയമം എന്ന പേര് ഓർത്ത് വെച്ചാൽ മതി. ജസ്റ്റ് കൺസെപ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ചോദന നിയമം ആവിഷ്കരിച്ചത് ആരാണ്, സാമ്പത്തിക ശാസ്ത്രം എന്ന പേര് നൽകിയത് ആരാണ്. ഇത് രണ്ടാണ് ഓർത്തു വെക്കേണ്ടത്. രണ്ടും ആൽഫ്രഡ് മാർഷലാണ്. സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു വ്യക്തിയാണ് കാൾ മാർക്സ്. ജർമ്മൻ തത്വചിന്തകനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്നത് മുൻപ് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജർമ്മൻ തത്വചിന്തകനാണ്, ഓർത്തു വയ്ക്കുക. ഇപ്പോൾ കാൾ മാർക്സ് തൻ്റെ ആശയങ്ങൾ മൂലധനം ദാസ് ക്യാപിറ്റൽ എന്ന കൃതിയിലൂടെയാണ് പ്രചരിപ്പിച്ചത്. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദാസ് ക്യാപിറ്റൽ, മൂലധനം, എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും ഏകദേശമൊക്കെ. ഓർത്തു വയ്ക്കുക, മൂലധനം ദാസ് ക്യാപിറ്റൽ. അദ്ദേഹത്തിൻ്റെ തിയറിയാണ് മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് പറയുന്നത്. എന്താണെന്ന് പറയുന്നത്? ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ അധ്വാനമാണ്. തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ് ഉൽപ്പന്നത്തിൻ്റെ വില. എന്നാൽ ഇതിൻ്റെ ഒരു ഭാഗം മാത്രം തൊഴിലാളിക്ക് പ്രതിഫലമായി നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇതിനെയാണ് കാൾ മാർക്സ് മിച്ചമൂല്യം എന്ന് പറയുന്നത്. അതായത് ഒരു ഉൽപ്പാദനം നടക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ അധ്വാനമാണ്. തൊഴിലാളികൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഉൽപ്പാദനം നടക്കില്ല. അപ്പോൾ അവർ അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ പ്രതിഫലമാണ് ഉൽപ്പന്നത്തിൻ്റെ വില എന്ന് പറയുന്നത്. പക്ഷേ ഈ ഉൽപ്പന്നത്തിൻ്റെ ലാഭത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ തൊഴിലാളിക്ക് അവരുടെ കൂലിയായിട്ട് കിട്ടുന്നുള്ളൂ. അതിൻ്റെ സിംഹഭാഗം എടുക്കുന്നത് മുതലാളിയാണ്. അതിനെയാണ് മിച്ചമൂല്യം എന്ന് പറയുന്നത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹം എന്ന ആശയം അവതരിപ്പിച്ചത് കാൾ മാർക്സ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിച്ചമൂല്യ സിദ്ധാന്തം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. അപ്പോൾ ഈ തിയറികളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഏതൊക്കെയായിരുന്നു? ലൈസസ് ഫെയർ ആഡം സ്മിത്തിൻ്റെ, ചോദന നിയമം ആൽഫ്രഡ് മാർഷലിൻ്റെ, മിച്ചമൂല്യ സിദ്ധാന്തം കാൾ മാർക്സിൻ്റെ. ഇനി സാമ്പത്തിക ശാസ്ത്രത്തെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണത്? സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, മാക്രോ ഇക്കോണമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, മൈക്രോ ഇക്കോണമിക്സ്. ഇങ്ങനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അഥവാ മൈക്രോ ഇക്കോണമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക ശാസ്ത്രത്തിലെ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ ഇക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. അതായത് എത്ര അളവ് സാധനം ഉൽപ്പാദിപ്പിക്കണം, ഉൽപ്പാദക ഘടകങ്ങൾ എത്ര അളവ് വാങ്ങണം, ഉൽപ്പന്നത്തിൻ്റെ വില എന്തായിരിക്കണം എന്നിങ്ങനെയൊക്കെയുള്ള പഠനമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ മൈക്രോ എക്കണോമിക്സിനെ വില സിദ്ധാന്തം അഥവാ പ്രൈസ് തിയറി എന്ന് അറിയപ്പെടാറുണ്ട്. അതിൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മാർഷൽ റിക്കാർഡാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ്. ഈ വില സിദ്ധാന്തം, പ്രൈസ് തിയറി, മറ്റൊരു പേര് മൈക്രോ ഇക്കണോമിക്സിൻ്റെ മറ്റൊരു പേര്, അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഓർത്തു വയ്ക്കുക. മാക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. അത് സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് മൊത്ത ഉൽപ്പന്നം, ദേശീയ വരുമാനം, പൊതുനിലവാരം എന്നിങ്ങനെയൊക്കെ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ വരുമാന സിദ്ധാന്തം, പൊതു സിദ്ധാന്തം, ജനറൽ തിയറി എന്നുകൂടി പറയാറുണ്ട്. അതിൻ്റെ ഉപജ്ഞാതാവ് ജെയിംസ് കെയ്ൻസ് ആയിരുന്നു. ഒന്നുകൂടി പറയാം. മാക്രോ ഇക്കോണമിക്സ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് മൊത്തം ഉൽപ്പന്നം, ദേശീയ വരുമാനം, പൊതുനിലവാരം എന്നിങ്ങനെയൊക്കെ മൊത്തത്തിൽ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഉപജ്ഞാതാവ് ജെയിംസ് കെയ്ൻസ് ആയിരുന്നു.
നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ പേസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാമ്പത്തിക ശാസ്ത്രം എന്ന ടോപ്പിക്ക് പഠിക്കാൻ പലർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവാറില്ല. കാരണം ഇതിൻ്റെ ഈ വേർഡ്സ് എനിക്കിനിപ്പോൾ ഈ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ നാക്ക് കുളുക്കുന്നുണ്ട്. അപ്പോൾ ഈ വേർഡ്സ് ഒരു കടുകട്ടി വേർഡ്സാണ്. അപ്പോൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓരോ പേരുകൾ, ആൽഫ്രഡ് മാർഷൽ, ആഡം സ്മിത്തിനെ പിന്നെ ഏകദേശം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് തിയറികളും കാര്യങ്ങളും ഒക്കെ ഓർത്ത് വയ്ക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ 5 മാർക്കാണ് ഈ ഭാഗത്ത് നിന്നും വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. സാമ്പത്തിക ശാസ്ത്രം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് അക്നോളജി എന്നറിയപ്പെടുന്നത്. ഇക്കണോമിക്സ് എന്ന വാക്ക് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആഡം സ്മിത്താണ്. അദ്ദേഹത്തിൻ്റെ ലൈസസ് ഫെയർ സിദ്ധാന്തം, വെൽത്ത് ഓഫ് നാഷൻ എന്ന പുസ്തകം, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്കണോമിക്സ് എന്ന പേര് കൊടുത്തത് ആരാണ്? ആൽഫ്രഡ് മാർഷലാണ്. അദ്ദേഹത്തിൻ്റെ ചോദന നിയമം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ജർമ്മൻ തത്വചിന്തകനായ കാൾ മാർക്സ്, മിച്ചമൂല്യ സിദ്ധാന്തം, മൂലധനം, ഇത് മൂന്നും ഓർത്തു വയ്ക്കുക. സാമ്പത്തിക ശാസ്ത്രത്തെ 2ആയി തിരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, മാക്രോ ഇക്കോണമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, മൈക്രോ ഇക്കണോമിക്സ്. ഓക്കെ, ഇതെല്ലാം ഒന്ന് ഓർത്തു വയ്ക്കുക. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിവിധ സമ്പദ് വ്യവസ്ഥകൾ, ഉൽപ്പാദന മേഖലകൾ, ഈ പ്രാഥമികം, ദ്വിതീയം, തൃതീയം, അതുപോലത്തെ ഉൽപ്പാദന മേഖലകൾ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ, അങ്ങനത്തെ സമ്പദ് വ്യവസ്ഥകൾ, അതിനെക്കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത ക്ലാസ് കാണാം. താങ്ക്